MDMA കേസിൽ ഉൾപ്പെട്ട് ജാമ്യത്തിലിറങ്ങിയ പ്രതി 4.4 ഗ്രാം MDMA-യുമായി വീണ്ടും അറസ്റ്റിൽ. കരുളായി ഹൈസ്കൂൾ കുന്ന് സ്വദേശി കൊളപ്പറ്റ റംസാനെയാണ് SI TP മുസ്തഫയും സംഘവും അറസ്റ്റ് ചെയ്തത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ലഹരി വസ്തുക്കളുടെ വിപണനം, സംഭരണം, ഉൽപാദനം എന്നിവ തടയുന്നതിന്റെ ഭാഗമായി നടന്നുവരുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎസ്പി സാജു കെ എബ്രഹാം, CI സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് വ്യാഴാഴ്ച രാത്രി 7 മണിയോടെ നിലമ്പൂർ ടൗണിൽ നടത്തിയ പരിശോധനയിൽ പ്രതി പിടിയിലായത്. 10 ഗ്രാം MDMA-യുമായി പ്രതിയെ ഡിസംബറിൽ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. 48 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ജാമ്യത്തിലിറങ്ങിയതാണ് പ്രതി. 17 ഗ്രാം MDMA പിടികൂടിയ സംഭവത്തിൽ പ്രതിക്കെതിരെ വഴിക്കടവ് സ്റ്റേഷനിലും കേസ് നിലവിലുണ്ട്. ബംഗളൂരുവിൽ നിന്നും കൊണ്ടുവരുന്ന MDMA ഗ്രാമിന് 3000 രൂപ നിരക്കിലാണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത്. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും. നിലമ്പൂർ മേഖലയിൽ MDMA വ്യാപകമായി എത്തിക്കുന്ന സംഘത്തിലെ നിലമ്പൂർ മേഖലയിലെ പ്രധാന കണ്ണികളിൽ ഒരാളാണ് ഇയാൾ. വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ ഉൾപ്പെടെ ശക്തമായ പരിശോധന നടക്കാത്തതും, റെയിൽവേ സ്റ്റേഷൻ, ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ ഉൾപ്പെടെ പരിശോധന ശക്തമല്ലാത്തതും മേഖലയിൽ MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പന കൂടാൻ കാരണമാകുന്നുണ്ട്. CPOമാരായ CV വിവേക്, K ഷൗക്കത്ത്, ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ NP, അഭിലാഷ് കൈപ്പിനി, KT ആഷിഫ് അലി, T നിബിൻ ദാസ്, ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. A+ വിഷൻ, നിലമ്പൂർ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര.